ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഈ വീഡിയോയിൽ ഒരു സിമ്പിൾ ജാവ പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് ടു നമ്പേഴ്സ് യൂസിങ് ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. യൂസിങ് ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മളൊരു സിമ്പിൾ ജാവ പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് ടു നമ്പേഴ്സ് ഒബ്ജക്റ്റ് ആൻഡ് ക്ലാസ് വെച്ചിട്ടും അല്ലാതെയും നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിക്കാൻ പോകുന്നത് simple write a Java program to find the sum of two numbers without creating object for the class. So അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് ഞാൻ വിത്തൗട്ട് ക്രിയേറ്റിംഗ് ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ ഞാനൊരു സിമ്പിൾ ജാവ പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് ടു നമ്പേഴ്സാണ്. സോ എന്തായാലും ക്ലാസ് വേണമല്ലോ. ക്ലാസ് സം ആയതുകൊണ്ട് ഞാൻ സം എന്ന് കൊടുത്തു. നമ്മളെങ്ങനെ കൊടുക്കുന്ന പബ്ലിക് static void main string args എനിക്ക് വേണ്ടത് സം ഓഫ് ടു നമ്പേഴ്സ്. സോ ഞാൻ രണ്ട് വേരിയബിൾ ഞാനിപ്പം വേരിയബിൾസ് ഡിക്ലെയർ ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്താണ് കാണിക്കുന്നത്. യൂസറിന് നമുക്ക് ഇൻപുട്ട് ചെയ്ത് അങ്ങനെയും ചെയ്യാം. അപ്പം ഞാൻ ഡയറക്റ്റ് വാല്യൂ ഇനിഷ്യലൈസ് ചെയ്ത് ചെയ്യുവാണ്. a is equal to 10, b is equal to 20, ദെൻ ഒരു വേരിയബിൾ ഞാൻ എസ് എന്നും കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താ ചെയ്തത്, ജസ്റ്റ് എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, ദെൻ ഞാൻ എന്ത് കൊടുത്തു, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ln സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് പറഞ്ഞിട്ട് പ്ലസ് എന്ത് കൊടുത്തു, എസ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ വാല്യൂ 10 കൊടുത്തു, ബീൻ്റെ വാല്യൂ 20 കൊടുത്തു, എസ് ഗോട്ട് എ പ്ലസ് ബി. സോ എൻ്റെയും ബീൻ്റെയും വാല്യൂ ആഡ് ചെയ്ത് എസിൻ്റെ അകത്ത് ഇപ്പോൾ എന്ത് വന്നതാണ്, 30 എന്ന് വന്നതാണ്. അതിന് ഞാൻ പ്രിൻ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഞാൻ വോയിഡ് മെയിൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നു, ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഞാൻ ജസ്റ്റ് ഇതിനെ റൺ ചെയ്യുന്നു. സോ ഇതിന് ഞാൻ സേവ് കൊടുക്കുന്നു. സേവ് ആസ് കൊടുത്ത് സം ഡോട്ട് ജാവ എന്ന് കൊടുത്തു. സം ഡോട്ട് ജാവ എന്ന് കൊടുത്തു. അപ്പം സം എന്ന് പറഞ്ഞൊരു ജാവ ഫയൽ ഇപ്പോൾ ക്രിയേറ്റ് ആയി വന്നു അല്ലേ. ഓക്കെ, ക്രിയേറ്റ് ചെയ്ത് വന്നു. ഇനി ക്ലാസ് ഫയൽ, സമ്മിൻ്റെ ക്ലാസ് ഫയലുണ്ടോ? ഇല്ല. ഇവിടെ ഹലോയുടെ ക്ലാസ് ഫയലുണ്ടല്ലേ, ഹലോയുടെ ജാവ ഫയലുണ്ട്, ക്ലാസ് ഫയൽ. സമ്മിൻ്റെ ക്ലാസ് ഫയൽ വന്നില്ല. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് കമാൻഡ് പ്രോംപ്റ്റ് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം സമ്മിൻ്റെ ജാവ ഫയൽ മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ, ജാവ ഫയൽ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം ഞാൻ ഇതിനെ ഒന്ന് റൺ ചെയ്യാൻ പോവാണേ. റൺ ചെയ്യാം. സോ കമ്പൈൽ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ജാവ സി സ്പേസ് പ്രോഗ്രാമിൻ്റെ പേര് ഡോട്ട് ജാവ. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് ഒരു ക്ലാസ്സേ ഉള്ളൂ. ആ ക്ലാസ്സിൻ്റെ അകത്ത് തന്നെയാണ് ഞാൻ വോയിഡ് മെയിൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോഴത്തേക്കും എനിക്ക് ആ ക്ലാസ്സിൻ്റെ പേര് വെച്ച് ഞാൻ സേവ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ വേറെ ക്ലാസ്സും കൂടെ ഉണ്ടെങ്കിൽ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഞാനിനി നെക്സ്റ്റ് പറയാൻ പോകുന്ന അതാണ്. ഓക്കെ, അപ്പം ഞാൻ എൻ്റർ ചെയ്യുന്നു. 2 എറേഴ്സ് കാണിക്കുന്നു. ഓക്കെ, എന്താ എറർ കാണിക്കുന്നത്, ഇവിടെ a = 10 കഴിഞ്ഞിട്ട് ഞാൻ ഡോട്ടാണ് കൊടുത്തത്. സോറി, എന്ത് വേണം കൊടുക്കേണ്ടിയിരുന്നത്, കോമ കൊടുക്കണം അല്ലേ.
സോ ഞാൻ സേവ് ചെയ്തു. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ കമ്പൈൽ ചെയ്തു. ജാവ സി സം ഡോട്ട് ജാവ. എററൊന്നുമില്ല. അപ്പോൾ എന്ത് വന്നു? എറർ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ സമ്മിൻ്റെ ഇവിടെ എന്ത് വന്നു? സമ്മിൻ്റെ ക്ലാസ് ഫയൽ വന്നു. കണ്ടോ? സമ്മിൻ്റെ ക്ലാസ് ഫയൽ വന്നു. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ജാവ സ്പേസ് പ്രോഗ്രാമിൻ്റെ പേര്. സോ ഇവിടെ എന്ന് പറയുന്നത്, ഇപ്പം ഞാനിത് ശരിക്കും എൻ്റെ ഒരു മിസ്റ്റേക്കാണ്, പക്ഷെ ആ മിസ്റ്റേക്ക് ഞാൻ എന്താണെന്ന് പറയാം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്ലാസ് സം ഞാൻ പേരെന്താ കൊടുത്തിരിക്കുന്നത്? ക്യാപിറ്റൽ SUM ആണ്. പക്ഷെ ഞാനിവിടെ സേവ് ചെയ്തിരിക്കുന്നത് എന്താണ്? ജാവ ഫയൽ എന്താണ്? സ്മോൾ ലെറ്റർ SUM ആണ്. അതിൻ്റെ ഒരു വേരിയേഷനാണ്. അതുകൊണ്ടാണ് ഈ ഒരു എറർ വന്നത്. എന്താണ്? കുഡ് നോട്ട് ഫൈൻഡ് ഓർ ലോഡ് മെയിൻ ക്ലാസ് സം എന്ന് പറഞ്ഞൊരു ക്ലാസ് ഇതിനകത്ത് കാണുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം മെയിൻ ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത് സ്മോൾ ലെറ്റർ SUMൻ്റെ അകത്തല്ല, ഞാൻ എഴുതിയിരിക്കുന്ന ക്യാപിറ്റൽ ലെറ്റർ SUMൻ്റെ അകത്താണ്. അപ്പോൾ ഇവിടെ അതാണ് റോങ് നെയിം എന്ന് പറഞ്ഞ് വന്നത്. വേറെ ഒന്നും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നി ഈ ജാവ ഫയലിനെ ഒന്ന് റീനെയിം ചെയ്യാം. എന്താക്കാം? ക്യാപിറ്റൽ S ആക്കാം. ഓക്കെ, ക്യാപിറ്റൽ S ആക്കാം. എന്നിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ റൺ ചെയ്യുന്നത് ജാവ സി സം ഡോട്ട് ജാവ അല്ലേ? ക്യാപിറ്റൽ സം ഡോട്ട് അല്ലേ? പക്ഷെ ക്ലാസ് ഫയൽ കറക്റ്റായിട്ട് ഇവിടെ വന്നു. കാരണം ക്ലാസ് അത് ഇൻ്റർമീഡിയറ്റ് കോഡ് ആക്കി. ബട്ട് കറക്റ്റായിട്ട് നമുക്ക് ഔട്ട്പുട്ട് വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ദെൻ ജാവ SUM സം ഓഫ് 2 numbers is 30. നമുക്ക് എന്താ ഇവിടെ ഒരു കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ക്ലാസ് നെയിം കറക്റ്റായിട്ട് കൊടുത്തില്ല. നമ്മുടെ വോയിഡ് മെയിൻ ഇരിക്കുന്ന ഏത് ക്ലാസ് ആണോ അത് തന്നെ നമ്മൾ ഫയൽ നെയിം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല. ഇങ്ങനെ ഒരു എറർ വരും. എങ്ങനെ എറർ? കുഡ് നോട്ട് ഫൈൻഡ് ഓർ ലോഡ് മെയിൻ ക്ലാസ് സം. മെയിൻ ഫംഗ്ഷനിലുള്ള ക്ലാസ് സമ്മിനെ ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെ ഒരു ക്ലാസ് ഇല്ലല്ലോ ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്കത് ഔട്ട്പുട്ട് എന്തായിട്ട് സിമ്പിൾ പ്രോഗ്രാമാണ്. ഇത് 3 lines ഓഫ് കോഡ് വെച്ചിട്ട് സം ഓഫ് 2 numbers നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ഡേറ്റ മാത്രമല്ല ഉണ്ടാവുന്ന, മെത്തേഡ്സ് ഉണ്ടാവും. ആ മെത്തേഡ്സ് വെച്ചിട്ട് നമ്മൾ ഡേറ്റാസിനെ ആക്സസ് ചെയ്യുമെന്ന് പഠിച്ചു. ഇനി ഈ പറയുന്ന ഡേറ്റേനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമെന്നൊക്കെ പഠിച്ചു. അപ്പോൾ അതും കൂടെ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് പറഞ്ഞുതരാം. ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യുവാണേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഞാനൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അവിടെ ഞാൻ ഇനി മുതൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ക്ലാസ്സും ഒബ്ജക്റ്റും വെച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 2 ക്ലാസ് വേണം. ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തിനു വേണ്ടിയിട്ടുള്ള നമ്മൾ എന്താണ് അതിൻ്റെ ലോജിക്ക് അപ്ലൈ ചെയ്യേണ്ടത് അത്. വേറെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാണ്, ഈ 2 ക്ലാസ്സിനെ കണക്ട് ചെയ്യാൻ ഒബ്ജക്റ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യും. നമുക്ക് എങ്ങനെ നോക്കാം. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ അകത്താണ് ഞാൻ സം ഓഫ് 2 numbers കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിന് ക്യാപിറ്റൽ ലെറ്റർ SUM എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം ഈ ക്ലാസ്സിൻ്റെ അകത്ത് ഞാൻ മെത്തേഡ് വേരിയബിൾസ് കൊടുക്കുകയാണ്. എയും ബിയും സമ്മും. റിസൾട്ട് എന്ന് കൊടുക്കാം. എല്ലാം കൂടെ സം വെച്ച് എല്ലാം കൺഫ്യൂസ്ഡ് ആക്കണ്ട. നമുക്ക് റിസൾട്ട് എന്ന് കൊടുക്കാം. ഇനി നമ്മൾ ഡേറ്റാസ് മാത്രമല്ല ഉണ്ടാവുമെന്ന് പറഞ്ഞ് മെത്തേഡ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലേ? മെത്തേഡ്സ് ഞാൻ 3 മെത്തേഡ്സാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒന്ന് ഇൻപുട്ട് മെത്തേഡ്.
ഇൻപുട്ട് മെത്തേഡിൻ്റെ അകത്ത് എന്താണ്, ഈ പറയുന്ന വേരിയബിൾസിനെ ഞാൻ കൊടുക്കുന്നു. a ഈക്വൽ ടു ബിയും 10ഉം b ഈസ് ഈക്വൽ ടു 20 എന്നും കൊടുത്തു. ഡൗട്ടില്ലല്ലോ. ഇനി പറയുന്നത് രണ്ടാമത്തെ മെത്തേഡിൻ്റെ പേര് കാൽക്കാണെന്ന് വിചാരിച്ചു. കാൽക്കിൻ്റെ അകത്ത് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ രണ്ട് നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കുക. അപ്പം അതിന് ഞാൻ ഏതിൻ്റെ അകത്താണ് സ്റ്റോർ ചെയ്യുന്നത്, റിസൾട്ടിൻ്റെ അകത്തല്ലേ. സോ റിസൾട്ട് ഇസ് ഈക്വൽ ടു a പ്ലസ് ബി എന്ന് കൊടുത്തു. ഡൗട്ടില്ലല്ലോ. അപ്പോൾ ഈ മെത്തേഡും കഴിഞ്ഞു. ഇനി അടുത്ത ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്യാൻ, ഇതിൻ്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ. ഇനിയാണ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്ത പ്രോഗ്രാം അല്ലേ. ഡിസ്പ്ലേ ചെയ്തു. ഡിസ്പ്ലേയിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ കൊടുക്കും, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് ln സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് പ്ലസ് ഏതിൻ്റെ അകത്താണ് നമ്മുടെ റിസൾട്ട് ഉള്ളത്, റിസൾട്ടിൻ്റെ അകത്തല്ലേ. സോ RESULT റിസൾട്ട് എന്ന് കൊടുത്തു. അപ്പം ഡിസ്പ്ലേക്കകത്ത് അപ്പം നമുക്ക് ഇത് നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ അകത്ത്. അപ്പോൾ ക്ലാസ് സമ്മ് ഇവിടെ തുടങ്ങി ഇവിടെ എൻഡ് ചെയ്തു. അപ്പോൾ ഇതെന്താണ്, ഇതിനെ ഞാൻ വോയിഡ് മെയിൻ വല്ലതും കൊടുത്തോ, ഇല്ല. ഇത് ജസ്റ്റ് ക്ലാസ് ക്രിയേഷൻ ആയതേ ഉള്ളൂ. സം ഓഫ് ടു നമ്പേഴ്സിൻ്റെ ക്ലാസ് ക്രിയേഷൻ. അതിൻ്റെ അകത്ത് എന്തൊക്കെ കാണും, ഡേറ്റ കാണും, പിന്നെ ഇതൊക്കെ എന്താണ്, മെത്തേഡ്സ് ആണ്. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ വോയിഡ് മെയിനുള്ള ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്. ക്ലാസ് ഞാൻ അതിനെ മെയിൻ എന്ന് കൊടുത്തു. ഇതിൻ്റെ അകത്ത് ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് args. ഓക്കെ. ഇതിൻ്റെ അകത്ത് ഞാൻ എന്താ ചെയ്യുന്നത്, ഇതൊരു സെപ്പറേറ്റ് ക്ലാസ്. സം എന്ന് പറഞ്ഞൊരു, ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് സം എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്, മെയിൻ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ വോയിഡ് മെയിൻ ഇരിക്കുന്ന ഏത് ക്ലാസ്സാണ്, മെയിൻ ആണ്. അപ്പം ഈ ഒരു ക്ലാസ്സായിട്ട് ഒരു റിലേഷനും ഇല്ല. പക്ഷേ റിലേഷൻ ആക്കിയാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ പറയുന്ന കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? ഇത് സെപ്പറേറ്റ് ഒരു ബ്ലോക്കാണ്, ഇതൊരു സെപ്പറേറ്റ് ബ്ലോക്കാണ്. പക്ഷേ എനിക്ക് ഇതിൻ്റെ അകത്ത് ഇയാളെ ഇവിടെ കൊണ്ടുവന്നാൽ മാത്രമേ പ്രോഗ്രാം എക്സിക്യൂഷൻ നടക്കത്തുള്ളൂ. കാരണം വോയിഡ് മെയിൻ്റെ അകത്താണ്, വോയിഡ് മെയിൻ ആണ് എൻട്രി പോയിന്റ് ഓഫ് ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, മീൻസ് ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. ഇയാളുടെ ഒരു ഇൻസ്റ്റൻസ് എന്ത് ചെയ്യണം, ഈ ക്ലാസ്സിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനാണ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ സിൻടാക്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ക്ലാസ് നെയിം, ഇപ്പോൾ ഏത് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഈ ക്ലാസ്സിൻ്റെ ആണോ, ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റല്ലേ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ അതിൻ്റെ ക്ലാസ് നെയിം, ദെൻ ഒബ്ജക്റ്റ് നെയിം ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ S1 എന്ന് കൊടുത്തു. ഇസ് ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം എന്താണ്, സം. ഇതാണ് സിൻടാക്സ്. വാട്ട് ഇസ് എ സിൻടാക്സ് ഫോർ ക്രിയേറ്റിംഗ് ദ ഒബ്ജക്റ്റ്, ക്ലാസ് നെയിം ഒബ്ജക്റ്റ് നെയിം ഇസ് ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം. ഇപ്പോൾ ഇവിടെ വേറെ ക്ലാസ് ഉണ്ടോ, ഇല്ല. ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്തല്ലേ നമ്മുടെ കണ്ടൻറ്റ് എല്ലാം ഇരിക്കുന്ന, ലോജിക്ക് ഇരിക്കുന്ന. പക്ഷെ അതിനെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിനെ എന്ത് ക്രിയേറ്റ് ചെയ്യണം, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. കാരണം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് എനിക്ക് ഈ മെത്തേഡ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ആദ്യം എനിക്ക് എന്ത് ചെയ്യണം, ഇത് ശരിക്കും ഒരു ഡമ്മിയാണ്. ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് വെറും ഒരു ഡമ്മി സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു യൂസും ഇല്ല. ഇതിൻ്റെ അകത്ത് എനിക്കിങ്ങനെ വിളിച്ചാൽ മാത്രമേ, ഈ ഒരു വോയിഡ് മെയിൻ്റെ അകത്ത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇത് ആക്സസ് ചെയ്താൽ മാത്രമേ ഇത് ആക്റ്റീവ് ആവത്തുള്ളൂ. സോ എനിക്കതിന് വേണ്ടിയിട്ട് ഞാനിവിടെ S1 ഡോട്ട് ആദ്യം ഞാൻ ഇൻപുട്ടിനെ വിളിക്കുന്നു. ഇപ്പം ഞാൻ ഇൻപുട്ടിനെ മാത്രം വിളിച്ചു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഒന്നും വരത്തില്ല. ഇപ്പം ഞാൻ ഇൻപുട്ട് മാത്രമേ വിളിച്ചുള്ളൂ. ഇൻപുട്ട് മാത്രം വിളിക്കുവാണെങ്കിൽ എയിൻ്റെ അകത്ത് ഇപ്പോൾ S1 ഡോട്ട് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ നേരെ താണ്ട് ഈ ഒരു സെഷനിലോട്ട് പോകും. അതിൻ്റെ അകത്ത് എയ്ക്കകത്ത് 10ഉം വരും, ബിക്കകത്ത് 20 എന്നുള്ള വാല്യൂ വരത്തേ ഉള്ളൂ. അല്ലാതെ അവിടെ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യാൻ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല, ഔട്ട്പുട്ട് ഒന്നും വരത്തില്ല. ഇനി അതേപോലെ ഞാൻ S1 ഡോട്ട്
s1.calc മെത്തേഡ് അല്ലേ ഇടാം. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ആണല്ലേ, അതിൻ്റെ അകത്ത് നമ്മളൊരു കണ്ടൻറ്റ് എഴുതുന്നു, അതിൻ്റെ അകത്ത് ഒരു കാൽക്കുലേഷൻസ് എഴുതുന്നു. അപ്പോൾ s1.calൻ്റെ അകത്ത് റിസൾട്ട് ഇസ് ഈക്വൽ ടു a പ്ലസ് ബി. അപ്പം നമ്മൾ ഇൻപുട്ടിനെ വിളിച്ചപ്പോൾ ഓൾറെഡി എക്കകത്ത് 10 ആയി, ബിക്കകത്ത് 20 ആയി. അപ്പോൾ ഇതിനും കൂടെ വിളിച്ചപ്പം റിസൾട്ടിൻ്റെ അകത്ത് എന്ത് വന്നു? ഈ റിസൾട്ടിൻ്റെ അകത്ത് എന്ത് വന്നു? യെസ്, a പ്ലസ് ബി എന്ന് പറയുമ്പോൾ 10 പ്ലസ് 20. അപ്പോൾ എത്ര വരും ഇവിടെ? 30 വരും. അപ്പോൾ റിസൾട്ടിൻ്റെ അകത്ത് 30 വന്നു കഴിഞ്ഞു. അപ്പം ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ടിനകത്ത് 30 വന്നു. ഈ 30 നമുക്ക് കാണണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് മെത്തേഡ് നമ്മൾ ഇൻവോക്ക് ചെയ്യണം? ഡിസ്പ്ലേ. സോ നമ്മൾ എന്ത് കൊടുക്കും? s1.display എന്ന് കൊടുക്കും. ഓക്കെ, ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് എന്താ? സം ഓഫ് ടു നമ്പേഴ്സ് പ്ലസ് റിസൾട്ട് മീൻസ് റിസൾട്ടിൻ്റെ അകത്തുള്ള വാല്യൂ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ വോയിഡ് മെയിൻ ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തു. മെയിൻ ക്ലാസ് ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് ഇനി മുതൽ അങ്ങോട്ട് എല്ലാ പ്രോഗ്രാംസും ഇങ്ങനെ വേണം നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ അതായത് ഞാനൊരു ക്ലാസ് ഇത്, രണ്ടാമത്തെ ക്ലാസ് ഇത്. പക്ഷേ ഈ എൻ്റെ വോയിഡ് മെയിൻ ചെയ്തിരിക്കുന്ന ഒന്നിൽ കൂടുതൽ എത്ര ക്ലാസ്സസ് വേണമെങ്കിലും ഉണ്ടാകും. പക്ഷെ നമ്മുടെ വോയിഡ് മെയിൻ ഇരിക്കുന്ന ആകെ ഒരു ക്ലാസ്സിന് കാണത്തുള്ളൂ. ആ ക്ലാസ്സിൻ്റെ പേര് വെച്ച് വേണം എന്ത് ചെയ്യാൻ? സേവ് ചെയ്യാൻ. മനസ്സിലായി? വോയിഡ് മെയിൻ ഇരിക്കുന്ന ഏത് ക്ലാസ്സിൻ്റെ അകത്താണ്. ഈ ഒരു ക്ലാസ് സം ദാണ്ട് ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു, ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ക്ലാസ് സം അവിടെ വെച്ച് തീരുകയാണ്. ഇനി അടുത്ത ക്ലാസ് ഏതാണ്? മെയിൻ. നമ്മുടെ വോയിഡ് മെയിൻ ഇരിക്കുന്നത് ഏത് ക്ലാസ്സിൻ്റെ അകത്താണ്? മെയിൻ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്താണ്. അപ്പോൾ അതിൻ്റെ പേര് വെച്ച് വേണം എന്ത് ചെയ്യണം? പ്രോഗ്രാം സേവ് ചെയ്യേണ്ടത്, അല്ലാതെ ഈ സം വെച്ചിട്ടല്ല. ഒന്നുകൂടെ പറയാണ്, നമ്മൾ പ്രോഗ്രാമിൻ്റെ പേര് സേവ് ചെയ്യുമ്പം നമ്മുടെ വോയിഡ് മെയിൻ ഇരിക്കുന്ന ഏത് ക്ലാസ്സാണ് ആ ക്ലാസ്സിൻ്റെ പേര് വെച്ചിട്ടാണ് സേവ് ചെയ്യേണ്ടത്. സോ ഞാൻ എങ്ങനെ സേവ് ചെയ്യണം? ഇവിടെ ഏതാണ്? മെയിൻ അല്ലേ. സോ ഞാൻ മെയിൻ ഡോട്ട് ജാവ എന്ന് പറഞ്ഞ് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിൻ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഇവിടെ വന്നു കഴിഞ്ഞു. ജാവ ഫയൽ വന്നു. ഇത് വേണ്ടല്ലോ. അപ്പോൾ ഞാൻ മെയിൻ എന്ന് പറഞ്ഞൊരു ജാവ ഫയൽ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റെ ടെർമിനൽ, എൻ്റെ കമാൻഡ് പ്രോംപ്റ്റ് ഇവിടെ റെഡിയാണ്. ജാവ സി കൊടുക്കുവാണേ. ഇവിടെ മെയിൻ ഡോട്ട് ക്ലാസ് ഒന്നും വന്നിട്ടില്ല. ഞാൻ കൊടുക്കുവാണേ ജാവ സി. പ്രോഗ്രാമിൻ്റെ പേരെന്താണ്? മെയിൻ ഡോട്ട് ജാവ. എററൊന്നുമില്ല. മെയിൻ ഡോട്ട് ക്ലാസ്സും വന്നു കഴിഞ്ഞു. മെയിൻ ഡോട്ട് ക്ലാസ്സും വന്നു കഴിഞ്ഞു. ഡൗട്ടുണ്ടോ? മെയിൻ ക്ലാസ് ഫയലും വന്നു കഴിഞ്ഞു. ഇല്ലല്ലോ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്കിനി റൺ ചെയ്ത് നോക്കാം. ജാവ മെയിൻ. സം ഓഫ് ടു നമ്പേഴ്സ് ഇസ് 20. സം ഓഫ് ടു നമ്പേഴ്സ് ഇസ് ഇവിടെ എന്താ സം ഓഫ് ടു നമ്പേഴ്സ് ഇസ് 20 എന്ന് പറയുന്നത്? കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാം റിസൾട്ട് ഇസ് ഈക്വൽ ടു a ഇസ് ഈക്വൽ ടു a പ്ലസ് ബി എന്നാണ്. അപ്പോൾ അത് നമ്മൾ കൊടുത്തതിൻ്റെ ടൈപ്പ് മിസ്റ്റേക്കാണ്. ഇത് ശരിക്കും ഏത് ടൈപ്പ് ഓഫ് എററാണ്? ലോജിക് എററാണ്. സിൻടാക്സ് എററൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത് ലോജിക് എററാണ്. ജസ്റ്റ് ഞാൻ a പ്ലസ് ഇസ് ഈക്വൽ ടു b എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താണ്? ലോജിക് എററാണ്. ലോജിക് എറർ വരുമ്പോഴത്തേക്കും നമുക്ക് ഔട്ട്പുട്ട് വരും, പക്ഷെ കറക്റ്റ് ആവണമെന്നില്ല. സിൻടാക്സ് എറർ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം റൺ ആവത്തേ ഇല്ല. ഞാനിവിടെ റിസൾട്ട് ഇസ് ഈക്വൽ ടു a പ്ലസ് ബി എന്ന് കൊടുക്കാത്തതുണ്ട്. ഞാൻ ഇനി സേവ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ജാവ സി സ്പേസ് മെയിൻ ഡോട്ട് ജാവ. then java space main. Sum of two numbers is 30. So ഇത്രയേ ഉള്ളൂ. മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നോക്കുക. ഇവിടെ ഞാനും അത് ശ്രദ്ധിച്ചില്ലായിരുന്നു. a പ്ലസ് ഇസ് ഈക്വൽ ടു ബി, അതാണ് നമുക്ക് റിസൾട്ട് നേരത്തെ സം ഓഫ് ടു നമ്പേഴ്സ് ഇസ് 20 വന്നത്. റിസൾട്ട് ഇസ് ഈക്വൽ ടു a
എ പ്ലസ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുമ്പം എൻ്റെ അകത്തുള്ള വാല്യൂ ഇസ് ഈക്വൽ ടു, അപ്പോൾ എന്തേ വരത്തുള്ളൂ, 20 അകത്തുള്ള വാല്യൂ ബീൻ്റെ വാല്യൂ മാത്രമേ അവിടെ വരത്തുള്ളൂ, ആഡ് ചെയ്ത് വരത്തില്ല അവിടെ. മനസ്സിലായോ? അത് നമുക്ക് അവിടെ 20 കിട്ടിയത്. അപ്പം ഇവിടെ ഇത് നമുക്ക് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എൻ്റെ വാല്യൂ 10, ബീൻ്റെ വാല്യൂ 20, ദാറ്റ് ഈസ് 30 വരും. ഇപ്പം ഞാൻ സപ്പോസ് ഇതിൽ ഞാൻ ഡിഫറൻസ് എങ്ങനെ വരും നോക്കാം. ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യാം, ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണേ. ഇപ്പം ഞാൻ S1 ഡോട്ട് ഡിസ്പ്ലേ ഞാൻ കൊടുത്തില്ല, S1 ഡോട്ട് ഡിസ്പ്ലേ ഞാൻ കൊടുത്തില്ല. എന്നിട്ട് സേവ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഒന്ന് കമ്പൈൽ ചെയ്ത് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് വരും എന്നുള്ളത് നോക്കാം. നിങ്ങൾ പ്രോഗ്രാം ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കമ്പൈൽ ചെയ്തിട്ടേ റൺ ചെയ്യാവുള്ളൂ. ജാവ മെയിൻ ഔട്ട്പുട്ട് ഒന്നും വരത്തില്ല, കാരണം ഇപ്പോൾ ഓൾറെഡി S1 ഡോട്ട് ഇൻപുട്ടിൻ്റെ അകത്ത് എക്കകത്ത് വാല്യൂ 10ഉം ബീൻ്റെ അകത്ത് 20ഉമായി, കാൽക്കിൻ്റെ അകത്ത് റിസൾട്ട് ഇസ് ഈക്വൽ ടു 30 വന്നു കഴിഞ്ഞു. പക്ഷേ അത് ഡിസ്പ്ലേ ചെയ്യാനുള്ള നിങ്ങൾ വിളിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ലേ? ജസ്റ്റ് എന്താണ്, ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ഇരിക്കുന്ന എല്ലാവരും ജസ്റ്റ് ഡമ്മി ആക്ടേഴ്സാണ്. അവരെ നമ്മൾ ആക്ട് ചെയ്യണം, അവരൊരു ആക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വോയിഡ് മെയിൻ്റെ അകത്ത് ഇവരൊക്കെ ആക്സസ് ചെയ്തേ പറ്റത്തുള്ളൂ, ഇവരെ വിളിച്ചാലേ പറ്റത്തുള്ളൂ. ഇവരൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരാണ്, ജസ്റ്റ് ഇവിടെ കിടക്കുക. ഇപ്പം ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ സാധനത്തിൻ്റെ അകത്താണ് എല്ലാം ഇരിക്കുന്നത്, പക്ഷേ ഞാൻ അയാളെ വിളിച്ചിട്ടില്ല ഇൻ ദ സെൻസ് മീൻസ് അതെന്ത് ചെയ്യും, ഇതവിടെ ചുമ്മാ കിടക്കത്തേ ഉള്ളൂ. ഇവിടെ എന്തെങ്കിലും ഔട്ട്പുട്ട് കിട്ടിയോ? ഇല്ല. ഇനി അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് ഇതിനെ ഇൻപുട്ട് വിളിച്ചില്ല, കാൽക്ക് ഞാൻ വിളിച്ചു, ദെൻ S1 ഡോട്ട് ഡിസ്പ്ലേ വിളിച്ചു. ജസ്റ്റ് നമുക്ക് നോക്കാം അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയൊക്കെ വരും എന്നുള്ളത്. ഇവിടെ എന്താണ്, ഞാൻ ഇൻപുട്ട് വിളിച്ചു, ഞാൻ എന്താണ് കാൽക്ക് വിളിച്ചു, ഡിസ്പ്ലേ വിളിച്ചു. അപ്പോൾ നോർമലി S1 ഡോട്ട് കാൽക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നേരെ കാൽക്കിൻ്റെ അകത്താണ് പോകുന്നത്. എയിൻ്റെ അകത്തും ബീൻ്റെ അകത്തും വാല്യൂ വല്ലതും വരുന്നുണ്ടോ? ഇല്ല. ജസ്റ്റ് നമുക്ക് നോക്കാം എൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. മെയിൻ ഡോട്ട് ജാവ മെയിൻ എന്ത് വന്നു? ഇവിടെ നമ്മൾ S1 ഡോട്ട് കാലിനെയാണ് ആദ്യം വിളിക്കുന്നത്. അപ്പോൾ പോകുമ്പോൾ A പ്ലസ് ബി, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ? കാരണം ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്, നമ്മൾ ഇയാളെ ആക്സസ് ചെയ്തിട്ടില്ല. സോ എൻ്റെ വാല്യൂ എന്തായിട്ട് എടുക്കത്തുള്ളൂ? 0 ആയിട്ട് എടുക്കത്തുള്ളൂ. ബീൻ്റെ വാല്യൂ ഇവിടെ എന്തേ എടുക്കത്തുള്ളൂ? 0 ആയിട്ട് എടുക്കത്തുള്ളൂ. സോ S1 ഡോട്ട് കാൽ വിളിച്ച് കഴിഞ്ഞാൽ എന്തേ ചെയ്യത്തുള്ളൂ? ജസ്റ്റ് റിസൾട്ടിൻ്റെ വാല്യൂ 0 എന്നേ വരത്തുള്ളൂ. പിന്നെ ഡിസ്പ്ലേനെ വിളിച്ചപ്പോൾ എന്ത് ചെയ്തു? റിസൾട്ടിനകത്ത് 0 ഇരിക്കുന്നത്. സോ സം ഓഫ് 2 നമ്പേഴ്സ് ഇസ് 0. മനസ്സിലായോ? ഇനി അതേപോലെ തന്നെ ഇവിടെ ഇൻപുട്ട് മാത്രമേ വിളിച്ചെന്ന് വിചാരിച്ചോളൂ, യൂസേജ് ഇല്ല. ഇൻപുട്ട് മാത്രമേ വിളിച്ചെങ്കിൽ ഇൻപുട്ട് മാത്രമേ എയും ബീൻ്റെ അകത്ത് വരെ കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. കാൽക്കുലേറ്റ് ചെയ്ത സാധനമാണ് നമുക്ക് വേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യത്തില്ല. അതും കൂടെ നമുക്ക് നോക്കാം. S1 ഡോട്ട് ഇൻപുട്ട് കൊടുത്തു, എന്നിട്ട് ഞാൻ സേവ് ചെയ്തു. ജാവ സി മെയിൻ ഡോട്ട് ജാവ, ദെൻ ജാവ മെയിൻ. സ്റ്റിൽ അങ്ങനെ വരത്തുള്ളൂ, കാരണം S1 ഡോട്ട് ഇൻപുട്ടിൻ്റെ അകത്ത് എയിൻ്റെ വാല്യൂ ബീൻ്റെ വാല്യൂ 20 ആയി. പക്ഷെ കാലിനെ വിളിച്ചിട്ടില്ല. കാലിനെ വിളിച്ചാലേ ഇവരെ നമ്മൾ ആഡ് ചെയ്ത് റിസൾട്ട് 30 വരത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് എന്താണ് റിസൾട്ട് പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. റിസൾട്ടിൻ്റെ അകത്ത് ഓൾറെഡി 30 ഉണ്ട്, പക്ഷേ ഇയാളെ വിളിക്കാത്തതുകൊണ്ട് എന്ത് ചെയ്തു? ഇയാളത് അപ്ഡേറ്റ് ആവുന്നുണ്ടോ? ഇല്ല. ക്ലിയർ ആയോ? സോ നമ്മൾ നമ്മളെ വിളിക്കുന്ന മെത്തേഡ്, ഓർഡർ ഓഫ് ഇൻവോക്കിംഗ് ദ മെത്തേഡ്സ് അത് കറക്റ്റ് രീതിയിൽ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് കിട്ടത്തില്ല. സോ പ്രോപ്പർ വേ എന്ന് പറഞ്ഞാൽ ആദ്യം ഇൻപുട്ട് ചെയ്തു, നെക്സ്റ്റ് രണ്ടാമത്തെ മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാത്രമേ അതിൻ്റെ റിസൾട്ട് ഡിസ്പ്ലേക്കകത്ത് വരത്തുള്ളൂ. ജാവ സി മെയിൻ ഡോട്ട് ജാവ, ദെൻ ജാവ മെയിൻ, സം ഓഫ് 2 നമ്പേഴ്സ് ഇസ് 30. ഓക്കെ. സോ അപ്പം ഇങ്ങനെയാണ് നോർമലി ഒരു ജാവ പ്രോഗ്രാം ഡിഫറെൻറ്റ് ക്ലാസ്സും ഒബ്ജക്റ്റും വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഒരു
ക്ലാസ്സും ഒബ്ജക്റ്റും വെച്ചിട്ട് ഒരു സിമ്പിൾ ജാവ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ടു നമ്പേഴ്സ് ഇങ്ങനെയാണ്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ദ മെത്തേഡ്. നമ്മൾ അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും. ഇങ്ങനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഡമ്മി മാത്രമാണ്. നമ്മുടെ വോയിഡ് മെയിനിൻ്റെ അകത്ത് ഈ ഒരു ക്ലാസ്സിനെ കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഓൾറെഡി സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഒരു ഡേറ്റ ടൈപ്പിനെ കുറിച്ച് നിങ്ങൾ സിയിൽ പഠിച്ചിട്ടുണ്ട്. അവിടെയും ഇങ്ങനെ മെത്തേഡിനെ ആക്സസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഡോട്ട് ആ ഒരു മെമ്പർ നെയിം അല്ലേ, അങ്ങനെയല്ലേ? ഓക്കെ. അപ്പം ഇത് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറും ഒരു യൂസേജും ഇല്ലാതെ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ്. ഇപ്പോൾ സം എന്ന് പറഞ്ഞ ക്ലാസ് മാത്രമേ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. വേറെ നമുക്ക് ഇഷ്ടമുള്ള ക്ലാസ്സസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ പ്രൊവൈഡഡ് എനിക്ക് അതിനെയൊക്കെ നമ്മൾ ആക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ ഈ വോയിഡ് മെയിൻ ഇരിക്കുന്ന ക്ലാസ്സിൻ്റെ അകത്ത് ആ പെർട്ടിക്കുലർ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ വോയിഡ് മെയിൻ ഇരിക്കുന്ന ഈ ക്ലാസ്സിൻ്റെ അകത്ത് ആര് ക്രിയേറ്റ് ചെയ്യണം, സമ്മിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. വേറെ ഇപ്പോൾ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ആ ക്ലാസ്സിനുള്ള മെത്തേഡ്സ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ക്ലാസ് മാത്രമേ കാണത്തുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒന്നിൽ കൂടുതൽ ക്ലാസ്സസ് വരാം. മൈക്രോ പ്രോജക്റ്റൊക്കെ ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ ക്ലാസ്സസ് വരും. ഓക്കെ. So this is the simple program to find the sum of two numbers using object and class. നമ്മൾ ആദ്യം കണ്ടത് without using object creation. Okay. Thank you.